ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിനോട് ഷിർക്ക് വെക്കപ്പെടലിനെ അള്ളാഹു പൊറുക്കുകയില്ല. ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഏകോപനത്തോടുകൂടെ. ഇജ്മാ ഉള്ള പിന്നെ വിശ്വസിക്കപ്പെടുന്നൊരു കാര്യമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് മാത്രമല്ല, കുഫർ ആമായിട്ടാണ് ഉദ്ദേശം. ആ ഖുർആനിലെ ആയത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇബാറത്തിട്ട് പോരുന്നത്. അഥവാ കുഫർ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല എന്ന് വെച്ചാൽ, ഒരാൾ കുഫറിൽ തന്നെ മരിച്ചു പോയാൽ പിന്നെ ഓന് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് സ്വർഗത്ത് കാക്കൂല. ലാക്കിന്നഹും ഇഖ്തലഫു, പക്ഷെ അവർ ഇഖ്തിലാഫായിട്ടുണ്ട്. ബി അന്നഹു ഹൽ യജൂസു അഖ്ലൻ അം ലാ, ഈ കുഫർ പുറത്തു കൊടുക്കുക എന്നുള്ള അഖ്ലൻ ജായിസാണോ അല്ലേ, അതിൽ ഇഖ്തിലാഫുണ്ട്. ഫദഹബഅദുഹും ഇലാ അന്നഹു യജൂസു അഖ്ലൻ ജായിസാവും. വഇന്നമാ ഇൽമു അദമിഹി ബി ദലീലി സംഇ, അത് ഇല്ല എന്നുള്ളത് എൻ്റെ ഇൽമു സംഇൻ്റെ ദലീൽ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നമാ ഉലിമ അദമുഹു ബി ദലീലി സംഇ, അല്ലാതെ അഖ്ലൻ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയണത്. എന്നാൽ ബഅദുഹും ഇലാ അന്നഹു യംതനിഉ അഖ്ലൻ, ചിലർ പറഞ്ഞ അഖ്ലൻ തന്നെ മുംതനിയാണ്, അസംഭവ്യമാണ്, അത് ചിന്തിച്ചാൽ തന്നെ കിട്ടുമ്പോൾ നടക്കൂല എന്നുള്ളത്. ഞാൻ കളിയത്തിൽ ഹിക്കുമത്തി തഫ്രീഖത്ത് ബൈന മുസീ വൽ മുസീ, മുഹ്സിൻ്റെയും മുഹ്സിനിൻ്റെയും ഇടയിൽ തഫ്രീഖത്ത് ചെയ്യണം എന്നുള്ളതാണ് ഹിക്മത്തിൻ്റെ തേട്ടം. വൽ കുഫ്ർ നിഹായത്തും ബിൽ ജിനായത്തി, ആണോ ഈ കുഫ്ർ ഭാരതം തന്നെ മനസ്സിലാകാൻ നേരത്തെ പറഞ്ഞ ശിർക്കൊണ്ട് ഉദ്ദേശം കുഫ്റാണ്. കുഫ്ർ നിഹായത്തും ബിൽ ജിനായത്തി, അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമത്തിലെ പരമാവധിയാണല്ലോ കുഫ്ർ. ലാ യുഹ്തമിലുൽ ഈ ലാ യഹ്തമിലുൽ ഇബാഹത്ത, അത് മുബാഹ ആകാൻ അനുവദിക്കപ്പെടാൻ ഒരു സാധ്യതയില്ല. വ റഫ് അൽ ഹിർമത്തി, അതുപോലെ തന്നെ ഹറാമ് ഉയർത്തലിനേക്കും സാധ്യമാവൂല അസ്ലം തീരെ തന്നെ. ഫല യഹ്തമിലുൽ അഫുവ, അതുകൊണ്ടത് അഫുവിനിക്ക് സാധ്യതയല്ല. വ റഫ് അൽ ഖറാമത്തി, ഓൻ്റെ ബാധ്യത ഉയർത്തിക്കളയലിനേക്കും ഒരിക്കലും സാധ്യതയല്ല. ഇത് തന്നെ പുറമെ കാഫിർ യഅ്തഖിദുഹു ഹക്കൻ, ഓൻ്റെ കുഫറിനെ കാഫിർ ഹക്കായിട്ടാണ് വിശ്വസിക്കുന്നത്. ഫല യത്ലൂബു, ഫല അവനിക്കവൻ തേടൂല, ലഹു അവനിക്കവൻ തേടൂല, അഫുവിനും തേടൂല, ഓഫറത്തിനും തേടൂല. കാരണം ഓന് പറ്റിയ തെറ്റാന്ന അഭിപ്രായമല്ലല്ലോ. ഫലം വെക്കുനിൽ അഫു അൻഹു ഹിക്മത്തൻ, അപ്പോൾ ഓനതുള്ള അഫു എന്നുള്ള ഹിക്മത്തല്ല. അതിൽ തന്നെ പുറമെ എത്തിക്കാതുൽ അബദി, അതൊരു അബദിൻ്റെ എത്തിക്കാത്താണ്. കാരണം മരിച്ചപ്പം കാഫിറായിട്ടാണ് ഇപ്പം ചത്തത്. അപ്പോൾ യൂജിബു ജസാ അൽ അബദി, അപ്പോൾ പിന്നെ അബദുൽ ജസായിക്കാരുണ്ടാകുക. അപ്പോൾ ഹാദാ ബിഖിലാഫി സായിരി ദുനൂബി, ഇത് മറ്റ് ദമ്പുകൾക്കെതിരാണ്. മറ്റ് ദമ്പുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാം. അപ്പോൾ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ കുഫർ അല്ലാത്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കാം. പിന്നെ സഗായിറും കബായിറും പുറത്തു കൊടുക്കാം. സഗായിറും കബായിർ എടുത്തു തരാൻ കാരണം കുറേ ഭാഗത്ത് എനിക്ക് കബായിർ പൊറുക്കൂല എന്നൊക്കെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് പരമായ തൗബയോട് കൂടെ എല്ലാം പൊറുക്കും. ഔബിദൂനിയാൽ തൗബ ഇല്ലെങ്കിലും ഒക്കെ പൊറുക്കാം. മയ്യഷാവും കൂട്ടീനല്ലോ. അതുകൊണ്ട് ഖിലാഫലി മുഅ്തസിലകൾക്ക് മാറും. ഫി തക്രീരിൽ ഹുക്മി, ഈ ഹുക്മിനെ സ്ഥാപിക്കുന്നതിലുണ്ട് മുലാഹദത്തുൽ ആയത്തി, ആയത്തിന് ദാലത്തില സുബൂത്തിഹി, അത് സ്ഥാപിതാകുന്നതിന് മേൽ അറിയിക്കുന്ന ആയത്തിന് മുലാഹദത്ത് ചെയ്തത്. അതുകൊണ്ടാണ് യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ഈ ഇബാറത്ത് അങ്ങനെ കൊണ്ടുവന്നത്. ഓഫിറു വൈറഹു എന്ന് ഇബാറത്തിൻ്റെ സ്ഥാനത്താണ് ഇതൊക്കെ. പിന്നെ വൽ ആയാത്തു വൽ അഹാദീസു ഫി ആദൽ മാന, ഈ അർത്ഥത്തിൽ വരുന്ന ആയത്തുകളും ഹദീസുകളും കസീറത്തുമാണ്. പിന്നെ വൽ മുഅ്തസിലത്തു യുഖസ്സിസൂനഹ, ആ അഹാദീസുകളെയും ആയാത്തുകളെയും മുഅ്തസിലാക്കൾ ഖാസാക്കും ബി സഗായിരി, സഗായിർ കൊണ്ട് ഖാസാക്കും. സഗായിറിന് മാത്രമല്ല, വബിൽ കബായിരിൽ മക്റൂനത്തി ബി തൗബത്തി, തൗബയോട് നയിപ്പിക്കപ്പെട്ട കബായിറിനോടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ എന്ത് ചെയ്യും, അള്ളാഹു ഉദ്ദേശിച്ചതിനെ പുറത്തെടുക്കുന്ന പോലെ പറയണത്. തമസ്സകൂബി വജിഹൈനി, രണ്ട് ന്യായമാണ് ഉള്ളത്. അൽ-അവ്വലു, ഒന്നാമത്തത്. പിന്നെ അൽ-ആയാത്തു വൽ അഹാദീസുൽ വാരിദത്തു ഫി വഈദിൽ ഉസാത്തി, ദോഷികൾക്കും താക്കീത് ചെയ്തതായിട്ട് വന്ന ധാരാളം ആയത്തും ഹദീസുകളുണ്ട്. അതാണ് അവർക്കൊരു ന്യായം. വൽ ജവാബ് അന്നഹ ലാ തഖ്ദീരി ഉമൂമിഹ, ആമാണെന്നുള്ള തഖ്ദീർ വെച്ചാൽ, എല്ലാ ആശികൾക്കുമാണെന്ന് വെച്ചാൽ തന്നെ ഇന്നമാ തദുല്ലു അലൽ വുഖൂഇ, അതുകൊണ്ട് വുഖൂ ഉണ്ട് എന്നേ അറിയുള്ളൂ. അത് ഉജൂബ് എന്ന് വരൂല. അള്ള പുറത്തു കൊടുക്കല്ലോ. വഖദ് കസറത്തിൻ നുസൂസു ഫിൽ അഫ്വി, അഫുവിൻ്റെ കാര്യത്തിൽ നസ് വന്നിട്ടുണ്ടല്ലോ.
വ്യഭിചരിച്ച് ചെയ്യാൻ തിരക്കുന്നൊരു പെണ്ണ് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തേക്കാക്കി പുറത്തു കൊടുത്തു എന്ന് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഫയുഹസ്സസുൽ മുദ്നി ഫയുഹസ്സിസു അല്ലെങ്കിൽ ഫയുഹസ്സസു ഹാസാക്കപ്പെടണം അൽ മുദ്നിബുൽ മഗ്ഫൂറു പൊറുക്കപ്പെട്ട മുദ്നിബിനെ ഹാസാക്കപ്പെടണം. എന്തിനെ തൊട്ട് ഉമൂമാത്തിൽ വഈദിൻ്റെ ഉമൂമാത്തിനെ തൊട്ടൊക്കെ താക്കീത് വന്ന ഉമൂമാത്തിനെ തൊട്ടിന് ഈ മഗ്ഫൂറാത്ത മുദ്നിബ് ഒഴിവാന്ന് വെക്കണം. വസാമബാദുഹും ചിലർ വാദിച്ചിട്ടുണ്ട് അന്നൽ ഖുൽഫ ഫിൽ വഈദി കറമുൻ വാഗ്ദാനത്തിൻ്റെ മാതിയല്ല. ഏത് വഈദ് എന്ന താക്കീതാണ്. അതിൽ ഖുൽഫ് ചെയ്യുക എന്നുള്ളത് കറമല്ലേ. ഫെജൂസ് മിനല്ലാഹി അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് ജായിസാകും. അങ്ങനെ നമ്മൾ പറഞ്ഞത് വഈദും മാറ്റുണ്ട്. വഈദ് ലംഘിക്കൂല, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അതേ സ്ഥലത്തിൽ വഈദ് അങ്ങനെയല്ല. വേഗം പോയാൽ പീടിയൊക്കെ പോയി സാധനം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അടിയായിരുന്നു. അടിക്കാതെ എന്താവും നമ്മൾ പറയും അള്ളാഹു നമ്മളെന്ത് ചെയ്ത് ഓനെ വിട്ടു ചെയ്ത് നല്ല കാര്യമായി അറിയും. എന്നാൽ അത് ഇപ്പം അങ്ങനെയല്ല ഇത്. അപ്പോൾ ഇത് വഈദാണല്ലോ. അപ്പോൾ വഈദ് എന്ത് ചെയ്യാം, ഖുൽഫി ചെയ്യാം. അത് ഹറമല്ലേ. ഫയജൂദു മിനല്ലാഹി വൽ മുഹഖിഖൂന അലാ ഖിലാഫിഹിം. മുഹഖിഖീങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. കൈഫ അതെങ്ങനെയാണ് ജായിസാകുക. വഹുവ തബ്ദീലുൽ ലിൽ ഖൗലി, അത് അള്ളാഹ് പറഞ്ഞ വാക്കിനെ മാറ്റി മറിക്കലല്ലേ. വഖദ് ഖാല അല്ലാഹു തആല ലാ യുബദ്ദിലു ഖൗലു ലദയ്യ എന്നല്ലേ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യൂല, നമ്മൾ പറഞ്ഞ വാക്ക് പിന്നെ തബ്ദീൽ ചെയ്യൂല. ഇനി രണ്ടാമത്തെ ഓല തമസ്സുക്ക് എന്താണെന്നറിയോ. അന്നൽ മുദ്നിബ ഇദാ അലിമ അന്നഹു ലാ യുആഖബു അലാ ദംബിഹി, ഒരു തെറ്റ് ചെയ്തവൻ തെറ്റിൻ്റെ പേര് ശിക്ഷിക്കപ്പെടൂല എന്ന് ഉറപ്പായാൽ കാനദാലിക തക്രീറൻ ലഹു, അതവന് അംഗീകാരം കൊടുക്കലാണ് ഈ കാര്യം. വല ദംബി തെറ്റ് ചെയ്യാൻ മാത്രമല്ല ഇഗ്റാഉൻ, അത് പ്രേരണ കൊടുക്കലാണ് ഈ കാര്യം മറ്റുള്ളവർക്ക് അലിഹി തെറ്റിൻ്റെ മേലിൽ. വഹാദാ യുനാഫി ഹിക്മത ഇർസാലി റുസ്ലി, മുർസലീൻ ലോകത്തേക്ക് അയച്ചതിൻ്റെ ഹിക്മത്തിനെതിരാവൂലേ. ജവാബ് അതിന് മറുപടി അന്ന മുജറദ് ജവാദിൽ അഫു ജായിസാകുക എന്നുള്ളതുകൊണ്ട് മാത്രം ലാ യൂജിബു, അത് നിർബന്ധിക്കൂല. ലന്നാദമില്ലിക്കാബി, ശിക്ഷിക്കായ്മന്നെ ലന്നയ്യല്ല നിർബന്ധിക്കൂല. ഫലന്നലിൽമി, ഉറപ്പ് ഏതായാലും ഉണ്ടാവില്ല. കൈഫ എങ്ങനെ ഉറപ്പ് കിട്ടാനാണ്. വൽ ഉമൂമാത്തു അൽ വാരിദത്തു ഫിൽ വഈദിൽ മഖ്റൂനത്തു ബി ഗായത്തിൻ മിനത് തഹ്ദീദ്, ഭയപ്പെടുത്തൽ എന്നുള്ള ഓയത്തിന് അന്വയിപ്പിക്കപ്പെട്ട വഈദിൽ വാദായ ഉമൂമുകളൊക്കെ തുറജ്ജിഹു ജാനിബൽ വുഖൂഇ, അത് സംഭവിക്കും എന്ന ജാനിബ്. രണ്ട് ജാനിബുണ്ടല്ലോ, സംഭവിക്കൂല. അന്ന് സംഭവിക്കും എന്ന ജാനിബിലേക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ബിനിസ്ബത്തി ഇലാ കുല്ലി വാഹിദിൻ, എല്ലാം ഓരോരുത്തരോട് ചേർത്ത് നോക്കുമ്പോൾ വഖഫാ ബിഹി, അതെന്നെ മതിയല്ലോ. സാജിറ, മനുഷ്യനെ തെറ്റിനെ തൊട്ട് മുടക്കാൻ നടക്കുന്നതാ നിലയിൽ. ഇനി മറ്റൊരു വിഷയം, വജൂസുൽ ഇഖാബ് അല സഗീറത്തി, സഗീറത്തിൻ്റെ മേലും അല്ലാഹു ശിക്ഷിക്കാം, ജായിസാണ്. സവാഉൻ ഇജ്തനബ മുർത്തക്കിബുഹാൽ കബീറത്ത അം ലാ, ഈ സഗീറത്ത് ചെയ്തവൻ കബീറത്ത് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. കാനലി ദുഹൂലിഹ, കാരണം ഈ സഗീറത്ത് പെട്ടതിന് വേണ്ടി. തഹത ഖൗലിഹി തആല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന അല്ലാഹുവിൻ്റെ ഖൗലിൽ ഏതും പെട്ടിട്ടുണ്ട്, സഗീറത്തും പെട്ടിട്ടുണ്ട്. പിന്നെ വലി ഖൗലിഹി തആല ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന ആയത്ത് അങ്ങനെ പറയുന്നുണ്ട്. സഗീറത്തും കബീറത്തും ഒക്കെ അല്ലാഹു ഇഹ്സാ ചെയ്യുന്നുണ്ട്. വലിയ ഇഹ്സാ ചെയ്യാൻ തിട്ടപ്പെടുത്തി വെക്കുന്നത് ഇന്നമായ കുറിച്ച് സുആലുണ്ടല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ മുജാസാത്ത് കൊണ്ടും ബിലാ വൈരിദാലിക്ക മിനല്ലായാത്തി വല്ല ഹാദീസ്, ഇതുകൊണ്ടൊക്കെ മനസ്സിലായി സഗീറത്തിന് ശിക്ഷിക്കാം. കാരണം യാഫിർ മാദൂനതാരിക്കും യശോ എന്ന ഉമൂമിൽ സഗീറത്തും പെട്ടുകയാണ്. സഗീറത്തിൻ്റെ പേരിൽ അത് ഉദ്ദേശിച്ചെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, പുറത്തു കൊടുക്കുള്ളൂ, മനസ്സിലായി. പിന്നെ ബാദുൽ മുദ്ദിലത്ത് പോയില്ല അന്വേഷണപാടുകാരും ഇത് തന്നെ ബൽ കബായിറ, ഒരാൾ കബീറത്തൊക്കെ ഒഴിവാക്കി എന്നാൽ ലംജുസ് അദീബൻ ശിക്ഷിക്കാൻ പറ്റൂല. പിന്നെ ലാബിമാനഹു യംതനി അക്കലൻ മുഹാലാണെന്ന് അർത്ഥത്തിന് അല്ല പറഞ്ഞത്. ബൽ ബിമാനഹു ലാ യജൂസു യഖഅൻ, സംഭവിക്കൽ അയായിസല്ല. പിന്നെ ബുദ്ധി കോലപ്പെടില്ല എന്നല്ല. അല്ലെങ്കിൽ അതില്ലത്തി സമയത്തിൽ ഇന്നതിന് വേണ്ടി അല അന്നഹു ലാ യഖഉ, സംഭവിക്കൂല എന്നുള്ളതിന് വേണ്ടി. ഖൗലി തആല ഇൻ തജ്നിബു കബായിറ മാ തുൻഹൗന അൻഹു നകഫിറു അൻഹു സയ്യിആതികും, നിങ്ങൾ വിലങ്കപ്പെട്ടതിനെ കൂടുന്ന കബായിർ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെ തൊട്ട് തെറ്റൊക്കെ ചെറുതൊക്കെ നമ്മൾ ഓർക്കും എന്നല്ല പറഞ്ഞില്ലേ. അതുകൊണ്ട് കേട്ടോ, അങ്ങനെ സംഖ്യയായ ധൈര്യം കിട്ടിയതുകൊണ്ട് നമ്മൾ പറയുന്നു അല്ല ചെറുതിൻ്റെ മേലും ശിക്ഷിക്കൂല അവൻ ദോഷം ഒഴിവാക്കിയാൽ എന്നാൽ പോലും പറയണത്. ഓ ജീവായിന് മറുകൊടുക്കപ്പെട്ടു ബിഅനിൽ കബീറത്തൽ മുത്തലക്കത്തായ കബീറത്ത് ഏതാണെന്ന് പറയുക, കുഹിയൽ കുഫർ മാത്രമേ ഉള്ളൂ. ലന്നഹുൽ കാമിലു, അതാണ് കാമിലാതായിരിക്കുന്ന, അതാണ് കാമില്.
വേ അപ്പം എന്ത് ചെയ്തു? അപ്പം എന്താ അർത്ഥം? തെജിത്തനിബൂ, നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, കുഫർ ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ വേണമെങ്കിൽ പുറത്തരണ്ട് എന്നതിൻ്റെ അർത്ഥം. വജ്ജം ജുമി അൽ ഇസ്മു, ഇവിടെ പിന്നെ അൽ ജമ്മുൽ ഇസ്മി, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കബായിർ എന്ന ഇസ്മിൻ്റെ ജമ്മാക്കൽ ഭിന്നദരീലാൻ വായിൽ കുഫ്രി, കുഫറിനെ പല ഇനം നോക്കിയിട്ടാണ്. സൂര്യൻ പാത്തിരിക്കുന്ന ആളുകളുണ്ട്, ചന്ദ്രൻ പാത്തിരിക്കുന്ന ആളുകളുണ്ട്, തീരി പാത്തിരിക്കുന്ന ആളുകളുണ്ട്, ദൈവം തരില്ല എന്നറിയുന്ന ആളുകളുണ്ട്, ദൈവം രണ്ട് ആളുകളുണ്ട്, മുക്കോടി 33 ദൈവങ്ങളുണ്ട് പറഞ്ഞവരുണ്ട്, പല ജാതികൾക്കും കാഫറായ ആൾക്കാരില്ലേ. അപ്പോൾ എല്ലാവിധ കുഫറും ഒഴിവാക്കിയാൽ എന്നതിനർത്ഥം വൈങ്കാനുകുല്ലും ഇല്ലത്തം വാഹിദ ഫിൽ ഹുക്കുമി, എല്ലാവരും ഒറ്റ ഇല്ലയാണ്. കാരണം നമുക്കിപ്പോൾ ഏതെങ്കിലും കാഫറായാലും ഒന്നാലും ഒരു കാഫിറേയും ഇല്ലയാണൊക്കെ. ഹൗയില അഫ്രാദിഹി, അല്ലെങ്കിൽ അഫ്രാദിക്ക് നോക്കി നമ്മക്കും ചെയ്യാമല്ലോ. ഓരോ വ്യക്തികളുണ്ടല്ലോ, അങ്ങനെ ഓന് കാഫിർ, നാരായണൻ വേറെ കാഫിർ, കൃഷ്ണൻ വേറെ കാഫിർ, ഓരോരോ കാഫിറാണല്ലോ. അഫ്രാദിൽ നോക്കിയാണ്ട് ആകാം. അൽ ഖായിമത്തി ബി അഫ്രാദിൽ മുഹാത്തബീന, അഫ്രാദീങ്ങളുണ്ട്, അഫ്രാദിൽ നിൽക്കുന്ന അഫ്രാദുകൾ നോക്കിയിട്ടാണ്. അലാമ തുമുഹിദ, ഒരു അടിത്തറ മേലെടുത്തിട്ട്, അടിത്തറ ആക്കപ്പെട്ട നിയമത്തിന് മേലെടുത്തിട്ട് എന്താണ് ആ കായിദ? മിൻ കായിദത്തി അന്ന മുക്കാബലത്തിൽ ജമ്മി ബിൽ ജമ്മി, ഒരു ജമ്മിനെ ജമ്മിനോട് നേടിക്കുക എന്ന് പറഞ്ഞത് തക്തതി ഇങ്കിസാമൽ ആഹാരി ബിൽ ആഹാരി, ആഹാദ് ഓരോന്നോരോന്നിനോട് മുങ്കസിമാകും എന്നെ തേടും എന്ന ഒരു കായിതുണ്ട്. അതാണ് അലാ മാതുമുഹിദ. അതിൻ്റെ മേലെടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയും വെക്കാൻ ഉദാഹരണം പറഞ്ഞ മദീന കവലിയ റക്കിബൽ കൗമോ ദവാബഹോം, കൗമ് അവരുടെ മൃഗങ്ങളെ വാഹനകാരി എന്ന് പറഞ്ഞാൽ എല്ലാ കൗമും കൂടി ഒരു അന്തിമകാരി എന്നല്ല. പിന്നെയോ കൗമിൻ്റെ ഓരോ ഫർദും ദവാബിൻ്റെ ഓരോ ഫർദിൻ്റെയും പുറത്ത് കാരി എന്നർത്ഥം. ലബിസു സിയാബഹും, അവിടെ വസ്ത്രങ്ങളെ അവർ ധരിച്ചു എന്ന് പറഞ്ഞാൽ കൗമിൽ നിന്നുള്ള ഓരോ ഫർദും ഓരോ വസ്ത്രം ധരിച്ചു, സൗബിൻ്റെ ഓരോ ഫർദിനെ ധരിച്ചു എന്നർത്ഥം. എന്ന മാതിരി നോക്കുമ്പോൾ തെജിത്തനിബൂ, നിങ്ങളിൽപ്പെട്ട ഓരോ ഫർദും ഒഴിവാക്കുകയാണെങ്കിൽ കബായിറ, കുഫറിൻ്റെ ഓരോരുത്തർക്കും ബാധിക്കുന്ന കുഫർ അവനെ ഒഴിവാക്കിയാൽ എന്നർത്ഥം. എന്നാൽ പിന്നെന്താ, ഈ പ്രശ്നം തീർന്നല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അഫു അനിൽ കബീറത്തി, ഈ കബീറത്തിനെ തൊട്ടുള്ള അഫുവ് എപ്പോൾ മാത്രമാണ്? ഇദാലം തക്കുന്ന നിസ്തിഹിലാലിൻ, ആ ചെയ്യുന്നവൻ്റെ വക്കൽ നിന്ന് അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടുണ്ടാകാത്തപ്പോഴാണ്. വല്ലിസ്തിഹിലാൽ കുഫറുൻ, ഇസ്തിഹിലാൽ കുഫറുമാണ്. ഇനി അതാ പറഞ്ഞു നോക്കുക. ഹാദാ മദ്കൂറും ഫീമാ സബക്ക, ഇത് മുമ്പ് പറയപ്പെട്ടു പോയിന്. ഇങ്ങനെ ഇല്ലാന്നഹു ആയതഹു, മുസന്നിഫ് അതും എടുത്തു പറഞ്ഞ എന്തിനറിയോ? ഇല്ല, യുലമ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെർക്കൽ മുവാഹദത്തിൻ്റെ ദമ്പിൻ്റെ മേൽ പിടിച്ച് ശിക്ഷിക്കായ്മ എന്ന് പറഞ്ഞത് യുത്രക്കു അലൈഹി ലഫ്ലുൽ അഫവി, ഒരു മഗ്ഫിറത്ത് മാത്രമല്ല അഫു എന്ന ലഫ്ലും പറയുന്ന അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാകാം. യുത്രക്കു അലൈഹി ലഫ്ലു അൽ മഗ്ഫിറ, മഗ്ഫിറ എന്ന് സാധാരണ ഗഫറ യഗ്ഫിർ പറയണ മാതിരി തന്നെ അഫായഫു എന്നും പറയലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നെടുത്ത് പറഞ്ഞു എന്നുള്ളൂ. മാത്രമല്ല ഒരു വിഷയം ഏറ്റി പറയാനുണ്ട് ഇവിടെ. ഓലി അതാലക്ക ബിഹി കൗലഹു ഇതാലും തൊക്കുനൽ ഇസ്തിഹിലാൽ, ഈ വിഷയം കൂടി ഏച്ചൂട്ടി പറയാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ കബീറിനെ തൊട്ട് അഫു ഉണ്ടാവുമെന്ന് പറഞ്ഞത് ആരാണ് വിശ്വസിക്കാതെ പറഞ്ഞാലും ഉണ്ടാവുള്ളൂ കേട്ടോ. വലിയ ഇസ്തിഹിലാൽ കുഫറുൻ, ഒരാളങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാവും. ലിമാ ഫീഹി, കാരണം ഇസ്തിഹിലാൽ സ്ഥിരമായ ഒന്നിന് വേണ്ടി എന്തിനാലും തക്ദീബിൽ മുനാഫിലി തസ്ദീഖി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന തസ്ദീഖിനോട് മുനാഫിയാവുന്ന തക്ദീബ് അവിടെ ഉണ്ട്. വബിഹാദാതു അവ്വലു അൻ നുസൂസു ദാലത്തു അലാ തഖ്ലീദിൽ ഇർസാത്തി ഫിന്നാർ, ഈ ന്യായീകരണം കൊണ്ട് ന്യായീകരിക്കപ്പെടണം എന്തിന്? നരകത്തിൽ ആസികളൊക്കെ ഖാലിദാണെന്നതിൽ അറിയിക്കുന്ന നസ്സുകളൊക്കെ ഉണ്ടല്ലോ, ധാരാളം ആയത്തുകൾ അതീതുകളും ഇങ്ങനെ കാണാം. ഒക്കെ ഇവിടേക്ക് വെച്ചാൽ മതി. അതാ പറഞ്ഞുകൊടുക്കുക വെക്കുകയാണ് ആരാണ് അതല്ലോ നിസ്കരിച്ചോത്താൻ കാഫറാന്നൊക്കെ പറഞ്ഞതിനൊക്കെ അർത്ഥം എന്താണ്? വലാലാന് വിശ്വസിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയ കാഫറാന്നതിനർത്ഥം. പിന്നെ വൗ അല സെൽബി ഇസ്മി ഈമാനി അസ്ബിൽ ഈമാനി അൻഹും, അല്ലെങ്കിലോ അവരെ തൊട്ട് ഈമാൻ മുഅ്മിനാകുക എന്ന പേര് ഓരെ തൊട്ട് സെൽബിയും എന്നതിന് മേലിൽ എന്ത് ചെയ്യണം? അറിയിക്കുന്ന ധാരാളം നസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ തെയ്യിൽ ചെയ്താൽ മതി. നമ്മളെന്താ പറഞ്ഞല്ലോ, പിന്നെ ഒരാൾ മുഅ്മിനായ നിലയിൽ ഒരാൾ വിചരിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇങ്ങനെ ദൈവം ചെയ്താൽ മതി, വിശ്വസിച്ചാലെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ ന്യായീകരിച്ചല്ലോ, അവിടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു ചെയ്തത്. ഇതിക്കട്ടെ. ഷഫാഅത്ത് സാബിതത്തുല്ലി റുസുലി വൽ അഖിയാർ, ജലിതാബിൽ അഖ്ബാർ എന്നൊക്കെ ഉണ്ട്. അഖിയാർ എന്ന് അവിടെ ഉണ്ടാകുക.
മുർസലീങ്ങൾക്കും നല്ല നല്ല മനുഷ്യന്മാർക്കൊക്കെ എന്തുണ്ടാവും? ഷഫായത്ത് സ്ഥാപിതത്താണ് ഫി ഹക്കി അഹ്ലിൽ കബായിരീൻ, കബീറത്ത് ചെയ്ത ആളുകളുടെ ഹക്കിലെ ബിൽ മുസ്തഫീദ് മിനൽ അഖ്ബാർ. അതിനെന്താ തെളിവ് ചോദിച്ചാൽ ഹദീസിൽ നിന്ന് ധാരാളം ആകെ പാട്ടായ ഹദീസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഖിലാഫുൽ മുഅ്തസില എവിടെയും മുസ്ലിയാക്കൾക്കെതിരുണ്ട്. അതുപോലെ തന്നെ ഷഫായത്തിന് സംഗതി തന്നെ അല്ല എന്ന് പോലും പറഞ്ഞത്. പിന്നെ വഹാദാ മബ്നിയുൻ, ഇവരുടെ ഈ വാദം എടുക്കപ്പെട്ടതാണ്, നമ്മളെ വാദം അലാമാ സബക്ക, മാസബക്കിന് എടുക്കപ്പെട്ടതാണ്. എന്തിനാൽ മിൻ ജവാസിൽ അഫുൽ മാഫറത്ത് ബിദുനി ഷഫാഅത്ത്, ഷഫാഅത്ത് കൂടാതെ തന്നെ മാഫറത്ത് അഫു ജായിസാണോ? ജായിസല്ലേ? അപ്പോൾ നമ്മൾ പറയും ജായിസാണ്. അപ്പോൾ ഷഫാത്തി ആവില്ല, ഷഫാത്തിൻ്റെ ഏതായാലും പറ്റും ഒരു അറിയും, ഏതായാലും പറ്റൂല അറിയും. അപ്പോൾ ഷഫാത്ത് എന്തായാലും പറ്റൂല അറിയൂല. വൈന്ദഹും അവരെടുക്കൽ ലമ്മാലം ജുസ് അഫു ജായിസല്ല അറിഞ്ഞപ്പം ലം തജുസ്, അപ്പം ഷഫാത്തും ഉണ്ടാവില്ല അറിയും. ലന നമുക്ക് തെളിവാണ് കൗലു താര, അള്ളാൻ്റെ വാക്ക് വസ്തഗ്ഫിർ തമ്പി കൗലിൽ മുഅ്മിനീന മുഅ്മിനാത്ത്, നബിയെ തങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളിയാറുണ്ട്. ഒരു കാര്യത്തിന് ഇസ്തിഗ്ഫാർ നടത്തുന്നത് ഷഫാത്ത് ചെയ്ത് ഒളിയുന്ന അർത്ഥം. കൗലുഹു താല, അള്ളാൻ്റെ കൗല് നമുക്ക് തെളിവാണ്. ഫമാ തൻഫഅഹും ഷഫാഅത്തു ഷാഫിഈൻ, ആ കാഫിര്യങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതല്ല നാളെ ഷാഫിഈകളുടെ ഷഫാത്ത് ഉപകാരം ചെയ്യൂല. എങ്ങനെ ഇപ്പോൾ ആയത്തുമെന്ന് ഇപ്പം അവർക്ക് ഷഫാത്ത് കിട്ടൂല എന്ന് കിട്ടുക? പിന്നെ ഫൈന ഉസുലൂബ ഹാദൽ കലാം, അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക അറിയോ? മൂമിനീങ്ങൾ ഷഫായത്ത് കിട്ടുമെന്ന് കിട്ടും. ഫൈന ഉസുലൂബ് ഹാദൽ കലാം, ഈ കലാമിൻ്റെ ഉസുലൂബ് എതില്ലു അറിയിക്കണത്, ഇതിൻ്റെ ശൈലി അറിയിക്കണത് അല്ല സുബൂദ് ഷഫാത്ത് ഫിൽ ജുംല, ഫിലിം ഷഫായത്തിൻ്റെ സംഗതി ഉണ്ട് ഫിൽ ജുംല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇല്ല, അങ്ങനെ ഈ ഷഫായത്തിൻ്റെ സംഗതിയേ ഇല്ല എങ്കിൽ ഇല്ലമാക്കാൻ നഫീഹാനിൽ കാഫിരീന, കാഫിരീങ്ങളെ തൊട്ട് ഷഫായത്തിനെ നഫി ചെയ്യലിലേക്ക് ഉണ്ടാവുന്ന അല്ല എന്തൽ കസ്തിയില്ലാത്ത കബീഹി അലിഹിം, അത് അവിടെ പറയുന്നത് റോൽ ഹാൽ കബീഹാണെന്ന് ലേക്ക് ഉദ്ദേശിക്കുന്നോർത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ഹക്കൈക്ക് ബസിഹിം, അവിടേക്ക് ബസ് സ്ഥാപിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്. ആ സമയത്ത് നഫ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ നഫിക്ക് ഉണ്ടാവില്ല മാനൻ, ഒരു മാനി ഉണ്ടാവില്ല ഫിൽ ജുംല ഷഫായത്താൻ സംഗതി തന്നെ ഇല്ലെങ്കിൽ. ലന്ന മിസല ഹാദൽ കലാമി, കാരണം ഇത്തരം കലാമുകൾ എക്തതി തേടുന്നത് യുവസ്സമു ബിമ യഹസ്സുഹും, അവരേതൊന്നുകൊണ്ട് അവരെ ഹാസാക്കുന്നുവോ അങ്ങനത്തെ ഒന്നുകൊണ്ട് അവർക്ക് ചാപ്പ കുത്തപ്പെടലാണ്. ലാബിമ യഉമുഹും വൈറഹും, കാഫിരീങ്ങളെയും അല്ലാത്തവരെയും മാമാക്കുന്ന ഒന്നുകൊണ്ടല്ല, അവർ മാത്രം ഹാസാക്കുന്ന ഒരു അടയാളം പോലെ മേൽ കുത്തപ്പെടലിനെ അല്ലേ തേടുന്നത്. അപ്പോൾ ലേസൽ മുറാദ് പറഞ്ഞ് വേറൊന്ന് പറഞ്ഞു വരുമ്പോൾ ഒരിക്കലും മുത്തലാക്കൾക്ക് പറയാം മഫൂ മുഖാലഫൻ്റെ പെങ്ങളി പിടിച്ചത്, ഞങ്ങളിൽ മഫൂ മുഖാലഫ് പിടിക്കാത്തോലെന്ന് പറഞ്ഞാൽ മതി, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ലേസൽ മുറാദ് അല്ല അന്ന താലീഖൽ ഹുക്മി ബിൽ കാഫിരി, കാഫിറിനോട് ഹുക്കുമ ബന്ധിപ്പിക്കുക, ഇത് ഉപകാരം ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഹുക്കുമുണ്ടല്ലോ, അത് ബന്ധിപ്പിക്കലുണ്ടല്ലോ മുറാദ് അല്ല. അതിലേക്കുള്ള ഹുക്കുമ് യദുല്ലു അല നഫീഹി അമ്മാദാഹു, അല്ലാത്തവരെ തൊട്ട് നഫീൽ അറിയിക്കുന്നതാണ് എന്നല്ല. അത്തായത് അലഹി, അപ്പളാവുമ്പോഴല്ലേ അതിൻ്റെ മേലിൽ വരുള്ളൂ. അന്നഹു ഇന്നമ യക്കൂമു ഹുജ്ജത്തൻ അലാമ യക്കൂമി യഫൂൽ ഖാലഫ, മഫൂ നമ്മൾ അറിഞ്ഞതിന് മേലിൽ ഇത് ഹുജ്ജത്തായിട്ട് സംഭവിക്കുള്ളൂ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിതിനെ പറയണമെന്നല്ല, ഞങ്ങളാദ്യം തന്നെ പറയണത് ഈ കലാമിൻ്റെ ഒഴുക്കൻ അറിയിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് ഷഫാത്ത് ഉണ്ട് എന്നാണ്, അല്ലാതെ മഫൂ മുഖാലഫ പിടിച്ചിട്ടല്ല. അപ്പോൾ കൗലിഹി അലൈഹിസ്സലാം കൗലു അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുള്ളാഹിൻ്റെ കൗലും നമുക്ക് തെളിവാണ്. ഷഫാഅത്തി ലി അഹ്ലി കബായിരി മിൻ ഉമ്മത്തി, ഓ മഷ്ഹൂർ ഹദീസ് മഷ്ഹൂറാണ്. ബല്ലിൽ അഹാദീസു ബി ഷബാബി ഷഫാഅത്തി മുതവാത്തിറത്തുൽ മാന, മാത്രമല്ല ഷഫാഅത്തുമായി ബന്ധപ്പെട്ട എൻ്റെ ബാബിൽ വന്ന ഹദീസുകൾ മുഴുവനും മാന മുതവാത്തിറത്താണ്. മുഅ്തസിലാക്കൾ ഹുജ്ജത്ത് പിടിച്ചത് മിസ്ലി ഖൗലിഹി തആല വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ വലാ യുഖ്ബലു മിന്നാ ഷഫാഅ, അവിടെ അവർ കൊടുക്കും ഷഫാഅത്ത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. വഖൗലിഹി തആല മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാഅ, അവിടെ ഷഫീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ജവാബു, അതിന് മറുപടി ഭാരത തസ്ലീമി തലാലത്തി ഹാലുൽ ഉമൂമി വൽ അഷ്ഖാസി വൽ അസ്മാനി വൽ അഹ്വാലി, എല്ലാ സമാനിലും എല്ലാ ഹാരിലും എല്ലാ അഷ്ഖാസിലും ഉമൂമിൻ്റെ മേലിൽ ഇത് അറിയിക്കുമോ എന്ന് തന്നെ നമുക്ക് ഓർപ്പിച്ചാൻ പറ്റില്ല. ഇനി ദലാലത്തുണ്ടെന്ന് സമ്മതിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾക്കിവിടെ മറുപടി ഉണ്ട്. എന്ത്? അന്നഹു തഖ്സീസു ഹാബിൽ കുഫാരി, ഇത് കുഫാറിനോട് ഹാസാക്കുക നിർബന്ധമാണ് ഈ ആയത്തിന് മുഴുവൻ. ജമ്മൻ ബൈനൽ അതിലെത്തി അപ്പോഴല്ലേ ദലീലുകൾ ഇതോട് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ മറ്റേ ആയത്തെ നമ്മളെന്താ കാട്ടുക, മറ്റേ ഹദീസ് നമ്മളെന്താ കാട്ടുക? വലമ്മാക്കാൻ അസുൽ അഫീൽ ഷഫാഅത്തി സാബിത്തൻ ബിൽ അദില്ലത്തിൽ ഖത്ഇയ്യത്തി, ഈ അഫൂ ഷഫാഅത്തിൻ്റെ അസ്ൽ ആയപ്പോൾ, പിന്നെ ഖത്ഇയ്യ ദലീൽ സാബിത്തായതായപ്പോൾ, എൻ്റെ പിന്നെ കിതാബ് സുന്നത്ത് ഇജ്മാ ആവുന്ന ഖത്ഇയ്യ ദലീൽ കൊണ്ട് സാബിത്താണ് അഫൂ ഷഫാഅത്ത് സംഗതി ഉണ്ട് എന്നുള്ളത്.
അങ്ങനെ വന്നപ്പോൾ പിന്നെ അവർ കുടുങ്ങിയല്ലോ. അപ്പം മുഅ്തസിലാക്കൾ കുടുങ്ങിയപ്പോൾ കാലത്തിൽ മുഅ്തസിലാക്കൾ പറഞ്ഞു ബിൽ അഫ്വി അനി സഹായിരി, സഹായിരത്തൊരു അഫു ഉണ്ട് മുത്തലക്കാൻ, തോപ ചെയ്താലും ഇല്ലെങ്കിലും. വാല് കബായിരി വാല് തോപത്തി, തോപിന് ശേഷം കബായിറും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കബായിരത്തൊട്ട് അഫു ഉണ്ട് കാരണം കുടുങ്ങിയപ്പോഴേ. ഒബി ഷഫായത്തി, എന്നെ ഷഫായത്ത് കൊണ്ട് എന്ത് ചെയ്തു, സിയാദത്തി സവാബി, എന്ത് ചെയ്ത് സവാബ് ഏറാനാണ്. ഇങ്ങനെ ഫിലിജുമിലുണ്ട് കാരണം പോലെ ഇലാഹുമ ഫാസിസൻ, ഇതൊക്കെ പൊട്ടത്തെറ്റാ. അമ്മല്ലവലു ഫലി എണ്ണത്തായ്വ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തൗബ ചെയ്ത ആളും മുർത്തഖബ് സഗീറത്തും മുജ്തനൂൻ കബീറത്തിനെത്തിട്ട് ഒഴിഞ്ഞ മുർത്തഖബ് സഗീറത്തും ഹസ്തഹിക്കാനിൽ അദാബ അന്തഹും ഓരെടുക്കൽ അദാബിനെ നരകമാക്കണില്ല. ഫലാമാനിൽ ആഫി ബിനത്തിനായിക്കോൽ ആഫുണ്ട് കാരണ് വട്ടപ്പത്ത വർത്താനം. പമ്മത്താനി പിന്നെ രണ്ടാമത്തെ പറഞ്ഞതോ ഫയാനുസൂസാബിദിൻ്റെ ഷഫായത്തി വ്യാന തലബിൽ അഫി ജിനായത്തി, തെറ്റിനെ തൊട്ട് അഫിനെ തേടുക എന്നുള്ള മാനാക്കുള്ള ഷഫായത്താണ് എന്ന് അറിയിക്കണ നഫ്സൻ ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾ ഈ സവാബ് ആറാനാന്നുള്ള പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹിലുൽ കബായിരി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള കബീറത്ത് ചെയ്ത ആളുകളല്ല, യഖ്ലുദൂന ഫിന്നാർ, നരകത്തിൽ അവർ ശാശ്വതരാവൂല. കൽബിൽ ഈമാണ്ടായി കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ എന്നൊന്നും നരകത്ത് കടക്കറിഞ്ഞുണ്ടാവൂല. വൈൻ മാത്തൂമിൻ വൈരി തോബ, തോബ കൂടാതെ മരിച്ചവനാണ്, എന്നാലും എന്നൊന്നും നരകത്ത് കടക്കൂല. ലിഖൗലിഹി തആല ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാഹ്, ഒരു കുഞ്ഞുറുമ്പിൻ്റെ തൂക്കം ആരെങ്കിലും സത്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ ഫലം അറിയുക തന്നെ ചെയ്യും. പിന്നെ നഫ്സുൽ ഈമാൻ, ജസ്റ്റ് ഈമാൻ്റെ നഫ്സ് ഉണ്ടല്ലോ, അതന്നെ അമലു ഹൈരിൻ, അതിൽ ഹൈറിൻ അമലേലാണ്. ലാ യുംകിനു അൻ യറാ ജസാഅഹു ഖബ്ല ദുഖൂലിന്നാരി, അതിൻ്റെ ജസാഇനെ ദുഖൂലിനാറിൻ്റെ മുമ്പ് അനുഭവിക്കാൻ നേരം മുക്കിനുമല്ല. സുമ്മ യദുഖുലന്നാറ, പിന്നോ നരകത്ത് കിടക്കലും, എന്നിട്ട് ഫയുഹല്ലത അങ്ങോട്ട് ഹാരിതാക്കപ്പെടലും അതൊന്നും മുക്കിനല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ബാത്തിലും ബിൽ ഇജ്മാ, അത് ഇജ്മാ കൊണ്ട് ബാത്തിലായതിനാൽ ആയതുകൊണ്ട് ഫതഅയ്യന ഖുറൂജു മിനന്നാരി, നരകത്ത് കടന്നോ പുറത്തേക്ക് ചാടലേഞ്ഞും പറ്റുള്ളൂ, മാർഗമുള്ളൂ, വേറെ മാർഗമല്ല. മാത്രമല്ല വലികൗലിഹി തആല വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അല്ലാഹു അവർക്ക് ജന്നാത്തിനെ വഅദ് ചെയ്തണല്ലോ എന്ന് ഒരായത്തിലുണ്ട്. മറ്റൊരായത്തിലുണ്ട് വലികൗലി തആല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്ത് ഫിർദൗസി നുസുലാ ഇലാ ഗൈരി ദാലിക മിനൻ നസൂസി ദാലത്തി അലാ കൗനിൽ മുഅ്മിനി മിൻ അഹ്ലിൽ ജന്ന. ഈമാൻ കിട്ടി മരിച്ചോ അഹ്ലുൽ ജന്നയിൽ പെട്ടവനാണെന്ന് അറിയിക്കുന്ന നസ്സുകൾ ആവുന്ന ഗൈറി ദാലിക ഉള്ള ജനപിക്കും. അതിന് പുറമെ മാസബക്കയോട് കൂടെ എന്താ മാസബക്കാമിനൽ അതില്ലത്തിൽ കാത്തിയെത്തിയാലല്ല യഖ്റുജു ബിൽ മഅസിയത്തി അനിൽ ഈമാൻ, ഒരബുദും ഈമാനെ തൊട്ട് മഅസിയത്തിൻ്റെ പേരിൽ പുറത്തു പോകില്ല എന്ന് കാത്തിയ ദലീൽ കൊണ്ട് മുമ്പ് നമ്മൾ സ്ഥാപിച്ചിരിക്കണ്. വയലനനിയും പുറമൽ ഹുലൂദ് ഫിന്നാരി മിൻ ആലമിൽ ഖുബാത്തി, നരകത്തിൽ ഖാലിദാകുക എന്ന് പറഞ്ഞത് കൊടുക്കാവുന്ന ശിക്ഷയിൽ ഏറ്റവും വണ്ണമായതിൽ പെട്ടതാണ്. വഖദ് ജുഇല യദ്സീൽ, അതിനാക്കപ്പെട്ടിരിക്കുന്നു ജസാ അൽ കുഫ്രി, കുഫറിൻ്റെ ജസാ ആക്കപ്പെട്ടിരിക്കുന്നു. അല്ലദി ഹുവ അഅ്ലമുൽ ജിനായാത്തി, അഅ്ലമുൽ ജിനായത്ത് ഏതാണ്? കുഫർ. അതിൻ്റെ ജസാ ആണ് അഅ്ലുൽ ഉഖൂബത്താവുന്ന ഖുലൂദ്. ഫലോ ജുസിയ ബിഹി ഗൈറുൽ കാഫിരി, അപ്പം ഈമാ കിട്ടി മരിച്ച ഗൈറുൽ കാഫിർ പിന്നെ മുഅ്മിനീകാരല്ലോ. ഈമാ കിട്ടി മരിച്ച മനുഷ്യനിക്കെങ്ങാനും ഈ ഖുലൂദ് കൊണ്ട് ജസാ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കാന അതാകും സിയാദത്തൻ അലാ ഖദ്രി ജിനായത്തിന് ഖദറിനേക്കാൾ ഏറലാകും. ഫലായക്കുനു അതിരൻ അതിലാവൂല. അപ്പോൾ ദഹബത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലാക്കൾ പോയി ഇലാ അന്നമൻ അത് ഉദ്ഖിലന്നാറ, നരകത്ത് കടത്തപ്പെട്ട ഏതൊരാളും ഹുവ ഖാലിദും ഫീഹാ, അതിൽ ഖാലിദാന്നോല് പറയണത് ഇനി പുറത്തേക്ക് ചാടൂലാന്നോല് പറയല്. അന്നഹു ഇമ്മ കാഫിറുന്നൗ സാഹിബ് കബീറത്തിൻ മാതബിലാ തൗബ, കാരണം ഒന്നുകിൽ നരകത്ത് കടന്നോ കാഫിറാണ് കാരം, അല്ലെങ്കിൽ തോബല്ലാതെ മരിച്ചുപോയ തോബ മരിച്ചുപോയ സാഹിബിൽ കബീറത്താണ് ഈ കാരം. പിന്നെ ഓൽക്ക് നിർബന്ധമാണല്ലോ പല അഭിപ്രായത്തിൽ. ഇതിൽ മഅസൂമുവത്ത ഇബു സാഹിബ് സഗീറത്തി, കാരണം പിന്നെ സുരക്ഷിതം നൽകപ്പെട്ട അമ്പിയാക്കളും വത്തായിബു തെറ്റ് പറ്റിയിട്ട് തൗബ ചെയ്ത മനുഷ്യന്മാരും വസാഹിബു സഗീറത്തി സഗീറത്തിൻ്റെ സാഹിബും ഒക്കെ പിന്നെ ഇത് ജിതിനിബിൽ കബായർ കേട്ടോ, കബായർ ഒഴിവാക്കിയ സാഹിബുൽ കബീറത്തും ലൈസു മിൻ അഹ്ലിന്നാർ, ഓരൊന്നും അഹ്ലിനാറിൽ പെട്ടതല്ല. മാസബക്കൻ്റെ മേലിൽ എന്തിനാൽ മിൻ ഉസൂലിഹിം പോലെ ഉസൂലിനാൽ, ഇവർക്ക് അങ്ങനെ ഒരു ഉസൂലുണ്ട്. പിന്നെ വൽ കാഫിറാവുന്ന മുഹല്ലതും ബിൽ ഇജ്മാ,
അവൽ മുഹല്ലതാണ് ഇജ്മാ കൊണ്ട് വഖദ സാഹിബിൽ കബീറത്ത് ബിലാ തൗബ തൗബല്ലാത്ത സാഹിബ് കബീറത്തും ഓല് മുഹല്ലതാന്ന് ഓല് പറയണത് ഉണ്ട്. ന്യായം ഓൽക്കുള്ളതിൽ വജിഹൈനിയായതുമാ ഒരു ന്യായം അന്നഹു എസ്താഹിക്കുല്ലാതാബോ ഓ അതാബിനെ അർഹമാക്കുമല്ലോ. ഓ അതാബ് എന്ന് പറഞ്ഞത് മലറത്തല്ലേ, ഖാലിസത്തും ദായിമത്തുമായ മലറത്തല്ലേ. ഫൈനാഫി ഇസ്തീഖാക്ക് സവാബി, പിന്നെ ഇസ്തീഖാക്ക് സവാബ് ഉണ്ടാകാൻ പറ്റുമോ? അതിനെതിരാവില്ലേ അത്? അല്ലദീവം ഫാത്തും ഖാലിസത്തും ദായിമത്തുമാണല്ലോ, അതിനോടെതിരല്ലേ അത്? പിന്നെ അതാബ് അർഹമാക്കും ചെയ്യാണ്. എന്നിട്ട് പിന്നെന്ത് ചെയ്യാന്നറിയാം, പിന്നെ സവാബിനെ അർഹമാക്കുന്നതിനെതിരാവില്ലേ അത്? ദായിമായ അതാബ് ഉണ്ടാവും ചെയ്യുക. ഇങ്ങോട്ട് പിന്നെ മംഫാത്ത് കൂടെ ഉണ്ടാവുമോ? സവാബ് ഉണ്ടാവില്ല. ഇപ്പോൾ ജവാബിന് മറുപടി മൻപ് കൈതിൽ ദവാമി എവിടുന്നേ ഇങ്ങക്ക് കിട്ടി ദായിമായ ഹാരിസത്തായ എന്നൊക്കെ പറഞ്ഞ എവിടുന്നേ കിട്ടിയത്? ആ കൈദ് ദവാമിനെ നമ്മൾ തന്നെ ലാനുസല്ലിം നമ്മൾ അംഗീകരിക്കൂല. ബെൽ എന്ന് മാത്രമല്ല മനു ഇസ്തേക്കാക്കി നിങ്ങൾ എസ്തഹിക്കുക നിങ്ങൾ ഇടക്കിടക്ക് എസ്തഹിക്കുക ആദ്യം നമ്മൾ അംഗീകരിക്കൂല. ബിൽ മാനലി കസദൂഹു ഒരു ഉദ്ദേശിച്ച മാനാക്കുള്ള ആര് ഈ മുഅ്തസിലകളുടെ ഉദ്ദേശം മാനാക്കുള്ളതായിരിക്കുന്ന ഓഹൽ ഇസ്തിജാബ് എന്ന് മാനാക്കുള്ളത് അതായിരിക്കുന്ന ഇസ്തീഖാക്ക ഓല് പറയുന്നത്. വൈന്നമ സവാബു ഫضലു മിന്നു, ഈ കൂലൊക്കെ അള്ള വെറുതെ ഓസാരര് കൊടുക്കണമല്ലേ. വല്ലതാബ് അതിലും ശിക്ഷ അത് അതിലും അല്ലേ. നിങ്ങളെങ്ങനെ ഈ നിർബന്ധമാണ് പറയുന്നത്? ഫൈഷാ അഫ വൈഷാ ദബഹു മുദ്ദത്തൻ, കുറച്ച് കാലം ശിക്ഷിക്കാം. സുമൈ ജന്നവിന് സുഹൃത്ത് കടത്തും ചെയ്യാം. നിങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണേ. പിന്നെ പോലെ വേറെ ന്യായം താരങ്ങളെ നുസൂസു ദാലത്തുൽ ഹുലൂദി, കുറേ ആയത്തും ഹദീസൊക്കെ ഉണ്ട് അത്ര ഹുലൂദിന് അറിയിക്കുന്ന നസ്സുകൾ. കൗലി താല ഒമയത്തിൽ മുമ്മിനെ മുത്താമിദം ജസാഹു ജഹന്നമ ഖാലിദൻ ഫിഹാ, അതോരെ തെളിവ്. മുത്താമിദായിട്ട് മുമ്മിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഖാലിദനായിട്ട് നരകത്താന്ന് പറഞ്ഞില്ലേ. കൗലി താല പിന്നെന്താ ഒമയസില്ല റസൂലോ വേത്താത്ത ഹുദൂദോ യുഹിൽഹു നാറൻ ഖാലിദൻ ഫിഹാ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കൗലി താല ഒമൻ കസവതീയത്ത് വഹാത്തുതു ബിഹി ഖതീതുഹു ഔലായിക അസ്വാബുന്നാരി ഹും ഫിഹാ ഖാലിദൂൻ എന്നൊക്കെ പറയണത്. ഒരു ജവാബ് അതിന് മറുപടി എന്നെ കാത്തിലൽ മൂമിൻ്റെ കൗനി മൂമിനൻ, മൂമിനായി എന്നതിൻ്റെ പേരിൽ ഒരാൾ കൊല്ലുകയാണെങ്കിൽ അയക്കൂനില്ലൽ കാഫിർ, ഓൻ കാഫർ അല്ലാതെ വേറെ അതും അവൻ കാഫിറായി ആണ് നെയ്ക്കാരം. പിന്നെ കാഫിർ അശ്വതനരകത്ത് തന്നെയല്ലേ. വക്കതാം ഇപ്രകാരം തന്നെ ഒരുത്തരും കാഫിറാണ്. ദാദ ജമിയൽ ഹുദൂദി, ഹദ് എല്ലാ ഹദ്ദും ഒരാൾ വിട്ടിടന്നാലോ അപ്പോൾ അവന് കാഫിർ നെയ്ക്കാരം. വക്കതാ പ്രകാരം തന്നെ കാഫിറാണ് ഈ മന്നത്തിൽ മഹാത്തത്ത് ബിഹി ഹത്തിയത്തുഹു വശമിലത്തുഹു മിൻ കുല്ലി ജാനിബിൻ, ഹത്തിയത്ത് ഓനോട് ഇഹാത്തത്ത് ചെയ്തു, എല്ലാ ജാനിബിൽ നിന്നും അവൻ ഉൾക്കൊള്ളിച്ചു. പിന്നെ ഓനടുത്ത് ഈമാൻ തരി ഉണ്ടാവില്ലല്ലോ. കുഫറടക്കമുള്ള എല്ലാ തെറ്റും ചെയ്തില്ലേ. വലവ് സുല്ലിമ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടാൽ തന്നെ ഫിൽ ഹുലൂദു കദിയുസ്താബിൽ ഫിൽ മുക്തി തവീൽ, ദീർഘകാലമെന്ന് മാനാക്കും ഹുലൂദ് ഉപയോഗിക്കലുണ്ട്. കൗലിയും സിജിനും മുഹല്ലതൊക്കെ പറഞ്ഞ മാതിരി വലവ് സുല്ലിമ ഞാൻ അത് അംഗീകരിക്കപ്പെട്ടാൽ തന്നെ മുഹാറല് നിങ്ങളുടെ വാദമൊക്കെ മുഹാറല് പറയപ്പെടും. പിന്നെ സുസി ദാലത്തേല ആദ്യം ഹുലൂദി ശാശ്വതമായി നിരക്ക് കിടക്കൂലെന്ന് അറിയിക്കുന്ന നസ്സിലെവിടെ ആ നസ്സിലെ കൊണ്ട് മുഹാറല് പറയപ്പെടാവുന്നതല്ലേ. കമാ മറാക്കുമ്പ് കഴിഞ്ഞും ചെയ്തു.